ഹായ് ഗൈസ്, ഞാൻ ജാസ്. അപ്പോൾ ഇപ്പോഴത്തെ പോലെ തന്നെ രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. അങ്ങനെ പോകുന്നൊരു ചേട്ടൻ ലിഫ്റ്റ് ചോദിക്കുന്നു. ഞാൻ പിന്നെ പണ്ടേ സഹായം കൊണ്ട് കയറ്റി. പിന്നെ അവിടെ ട്രെയിനിങ് കാത്ത് അങ്ങനെ നിന്നു. ട്രെയിനിൽ നിന്ന് ഒരുപാട് വൈകി, 7 മണിയായപ്പോഴാണ് വന്നത്. അങ്ങനെ എപ്പോഴത്തെയും പോലെ എനിക്ക് സീറ്റില്ല. പിന്നെ എനിക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും സീറ്റില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനിച്ച്. അങ്ങനെ ട്രെയിനിൽ നിന്ന് പറഞ്ഞ് എന്നെ നടത്തം തുടങ്ങി. അങ്ങനെ ബസ്സിലും കയറി നേരെ ഇനി തോപ്പുംപടിയിലോട്ട്. അങ്ങനെ ഇന്നാണെങ്കിൽ നല്ലപോലെ വൈകിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ 9:30. 10 മണിക്ക് ക്ലാസ് കഴിഞ്ഞ്. അരമണിക്കൂറത്തെ ക്ലാസ്സിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. കാരണം നാളെ ക്ലാസ്സില്ലാത്തത് ഹോസ്റ്റലിരിക്കണവന്മാരൊക്കെ നമ്മുടെ കൂടെ വന്നു. കാണുന്ന പോലെ അല്ല, 10-23 വയസ്സുണ്ട് ഇവർക്കൊക്കെ. പോകുന്ന വഴിയാണ് നല്ല അടിപൊളി വെയിൽ. അങ്ങനെ അതിൻ്റെ ക്ഷീണത്തിൽ ഒരു സർബത്ത് കുടിച്ച്. പിന്നെ സർബത്ത് കുടിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഒരു സമൂസയും കഴിച്ച്. അങ്ങനെ ഇന്നത്തെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. ഇനി വീട്ടിൽ പോയി കഴിക്കാമെന്ന് ഓർത്ത്. അങ്ങനെ അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അവൻ സ്പ്രൈറ്റ് ഒക്കെ മേടിച്ച് തന്നെ എനിക്ക്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഈ ട്രെയിനിൽ നിന്നാണ് ഞാൻ നടിച്ച് ചാടിയത്. ഇന്ന് മാരാരിക്കുളത്ത് സ്റ്റോപ്പില്ല. ചേർത്തലയെല്ലാം ഇറങ്ങിയിട്ട് മാരാരിക്കുളത്ത് പോകാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ കരിഞ്ഞ വലിയ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടനെ കിട്ടിയത്. വണ്ടി ഞാൻ ഓടിക്കുവാണെങ്കിൽ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനൊന്നും നോക്കില്ല, എടുത്ത് ഓടിച്ച്. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങനെ ബസ്സിലും കയറി എൻ്റെ യാത്ര തുടങ്ങി. അങ്ങനെ പിന്നെ മാരാരിക്കുളത്തോട്ട് കുറച്ച് നടക്കണമായിരുന്നു. പോകുന്ന വഴിയാണ് നല്ല അടിപൊളി വെയിൽ. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ലിഫ്റ്റ് കിട്ടി. അങ്ങനെ പിന്നെ നേരെ വണ്ടിയും എടുത്ത് കാണുന്ന എല്ലാവരെയും വണ്ടിയിലോട്ട് കയറ്റി വീട്ടിലോട്ട്.